കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന എയർ പൊള്യൂട്ടൻസിനെ കുറിച്ചാണ്. എയർ പൊള്യൂട്ടൻസിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിരുന്നു, പ്രൈമറി പൊള്യൂട്ടൻസും സെക്കൻഡറി പൊള്യൂട്ടൻസും. പ്രൈമറി പൊള്യൂട്ടൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ സെക്കൻഡറി പൊള്യൂട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് കെമിക്കൽ സ്മോഗ്. സ്മോഗ് എന്ന ടേം ഉണ്ടായിട്ടുള്ളത് സ്മോക്ക് പ്ലസ് ഫോഗ് എന്ന് പറയുന്ന രണ്ട് വേർഡുകളിൽ നിന്നാണ്. എന്താണ് സ്മോക്ക്? പുക അല്ലേ. ഫോഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്. അപ്പോൾ പുകയും മഞ്ഞും കൂടെ കൂടിച്ചേർന്നുണ്ടാവുന്നതാണ് സ്മോഗ്. ഇനി ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്താണെന്നുള്ളത്, സ്മോഗ് സാധാരണഗതിയിൽ നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവാം. നല്ല മഞ്ഞും അതോടൊപ്പം തന്നെ ധാരാളം വാഹനങ്ങളുടെ പുകയൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്മോഗ് ഉണ്ടാവും. ഫോട്ടോ കെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുന്നത് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേ പർട്ടിക്കുലേറ്റ് മാറ്ററിൽ തട്ടുമ്പോഴാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ വാഹനങ്ങളുടെ പുകപടലങ്ങളിലൊക്കെ ഉണ്ടാവും. ഡീസൽ അല്ലെങ്കിൽ പെട്രോളൊക്കെ കത്തുന്ന സമയത്ത് പൂർണ്ണമായി കത്താത്ത കാർബൺ പാർട്ടിക്കിളുകൾ ഉണ്ടാവും. ഒരു ബസ്സിൻ്റെ പുകക്കുഴലൊക്കെ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, നല്ല കട്ടിയിൽ പുക ഉണ്ടാവും. നമ്മളെ വീട്ടിൽ അടുപ്പത്ത് വിറക് വെച്ച് കത്തിച്ച പാത്രങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനടിയിലൊക്കെ ധാരാളം പൊടി, കറുത്ത പുക പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതേപോലെ കത്തുന്ന സമയത്ത് അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഇതേപോലുള്ള ടൈനി പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ പർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഈ സൾഫർ ഡൈ ഓക്സൈഡുള്ള ഈ പർട്ടിക്കുലേറ്റ് മാറ്ററിൽ അൾട്രാവയലറ്റ് റേ തട്ടുമ്പോഴാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് അന്തരീക്ഷത്തിൽ നിന്ന് ഈ പുകയും പൊടിപടലങ്ങളൊക്കെ ഇല്ലാതായി പോകുന്നത് തടയും. അതോടൊപ്പം തന്നെ ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്ന ചാപ്റ്ററിൽ ഇത് പഠിക്കുന്നുണ്ട്. മറ്റൊന്ന് ഗ്രൗണ്ട് ലെവൽ ഓസോണാണ്. ഓസോൺ എന്ന് പറഞ്ഞാൽ O3 ആണ്, അറിയാമല്ലോ. ഓക്സിജൻ്റെ 3 ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാവുന്ന മോളിക്കൂളാണ് ഓസോൺ എന്ന് വിളിക്കുന്നത്. നൈട്രജൻ്റെ ഓക്സൈഡുകൾ, അതേപോലെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഓക്സൈഡുകൾ എന്നൊക്കെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതിൽ സ്മോഗ് ഉണ്ടാവും. ഈ ഓസോൺ സാധാരണഗതിയിൽ ഉണ്ടാവുന്നത് അൾട്രാവയലറ്റ് റേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്തരീക്ഷത്തിൽ ഓസോൺ ലെയർ നമുക്ക് ആവശ്യമാണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് റേ തടയുകയും അതുവഴി കൂടിയ ചൂട് ഭൂമിയിലെത്താതെ തടയുകയും ചെയ്യാൻ ഓസോൺ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഈ ഓസോൺ എന്ന് പറയുന്നത് കുറേ ഉയരത്തിലായിരിക്കും ഉണ്ടാവുക. അതേസമയം ഈ ഓസോൺ ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ശ്വസിച്ചാൽ നമുക്ക് ഗുരുതരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് പ്രധാനമായിട്ട് രണ്ട് സെക്കൻഡറി പൊള്യൂട്ടൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സെക്കൻഡറി പൊള്യൂട്ടൻസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി പൊള്യൂട്ടൻസ് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന സാധനമാണ് സെക്കൻഡറി പൊള്യൂട്ടൻസ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ടറിനെ കുറിച്ചാണ്. അതിൻ്റെ സോഴ്സും അതേപോലെ പ്രോപ്പർട്ടീസും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നമ്മളുടെ സർവൈവലിന്, നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള ഘടകമാണ് വാട്ടർ. ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പറയാം ജലത്തിൻ്റെ സാന്നിധ്യം എന്നാണ്. മറ്റുള്ള ഗ്രഹങ്ങളിലൊന്നും ജലത്തിൻ്റെ സാന്നിധ്യം ഇല്ല. അപ്പോൾ വളരെ അത്യാവശ്യമുള്ള സാധനമാണ് ജലം. ജലം കിട്ടാതെ കുറച്ച് കാലം പോലും ജീവിക്കാൻ നമുക്കൊന്നും കഴിയില്ല. പല രീതിയിൽ ഭൂമിയിൽ ജലമുണ്ട്. ഭൂമിയുടെ 4/3 വെള്ളമാണ്. 3/4 ഭാഗവും ഭൂമിയിൽ വെള്ളമാണ്. ഭൂമിയുടെ സർഫസ് തന്നെ 3/4 ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. പക്ഷേ ഇത് പുഴയായിട്ടും മഞ്ഞുമലകളായിട്ടും കടലായിട്ടും തടാകങ്ങളായിട്ടും ഇങ്ങനെ പല രീതിയിൽ കിടക്കുകയാണ്. ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ശുദ്ധജലം എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഇനി സോഴ്സുകൾ, പ്രധാനമായിട്ടുള്ള സോഴ്സുകൾ ഒന്ന് റെയിൻ വാട്ടറാണ്. വിശദീകരിക്കേണ്ടല്ലോ. മഴയിൽ നിന്ന് ധാരാളം വെള്ളം ശരിക്കും വെള്ളം കിട്ടുന്നത് മഴയിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് വെള്ളം കിട്ടുന്നത്. മറ്റൊന്ന് സ്പ്രിംഗ് ആണ്. ഈ സ്പ്രിംഗ് ഫോം ചെയ്യുന്നത് നമ്മളെ ഈ മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങിയിട്ടാണ്. മഴവെള്ളം തന്നെയാണ് അതിൻ്റെ സോഴ്സ്. പക്ഷെ നമുക്ക് കിട്ടുന്നത് സ്പ്രിങ്സ് ആയിട്ടാണ്. ആ ഭൂമിയിൽ വെള്ളം താഴ്ന്നിറങ്ങും. നമുക്ക് പുഴകളായിട്ടും
അതേപോലെ തന്നെ അരുവികളായിട്ടും കിണറുകളായിട്ടും കുളങ്ങളായി കെട്ടിയ വെള്ളം നമുക്ക് കിട്ടും. വെല്ലാണ് കിണർ. കിണറെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഗ്രൗണ്ട് വാട്ടർ ആണ്. ഭൂമിയുടെ ആഴത്തിലേക്ക് നമ്മൾ കുഴിച്ചിട്ട് ഭൂമിയിൽ ഈ പെർക്കുലേറ്റ് ചെയ്ത് പോയ മഴവെള്ളത്തിൽ നിന്ന് ഭൂമിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള വെള്ളത്തെ നമ്മൾ എടുക്കുന്നതാണ് വെൽ എന്ന് പറയുന്നത്, കിണർ. അതേപോലെ തന്നെ ബോർവെൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കുഴൽ കിണറൊക്കെ ഇങ്ങനെ അടിയിലേക്ക് പോയിട്ട് അവിടെയുള്ള പാറകൾ തുറന്നിട്ട് പാറകളിലുള്ള വെള്ളം എടുക്കുന്നതാണ്. അപ്പം ഈ രീതിയിൽ ഭൂമിയുടെ ഉൾഭാഗത്തുള്ള ഭൂഗർഭ ജലത്തെയാണ് നമ്മൾ വെൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് റിവറാണ്. മഞ്ഞ് ഉരുകിയിട്ടല്ലേ ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാലോ. ഓരോ ഗംഗ നദി എങ്ങനെ ഉത്ഭവിക്കുന്നു, അങ്ങനെ ഓരോ നദികൾ ഉത്ഭവിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മഞ്ഞുമലയിൽ നിന്നായിരിക്കും ഈ നദിയുടെ ഉത്ഭവം ഉണ്ടാവുക. അവിടെയുള്ള മഞ്ഞ് ഉരുകിയിട്ടാണ് ഇതിൽ വെള്ളം ഉണ്ടാവുന്നത്. അതോടൊപ്പം റെയിൻ വാട്ടറും അതേപോലെ ഇതിലേക്ക് എത്തിച്ചേരാം. ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ കുടിക്കാനും ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറേ മലിനീകരിച്ചിട്ട് അത് കുടിക്കാനൊന്നും ഫിറ്റല്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഇനി ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് സീ വാട്ടറാണ്, കടൽ വെള്ളമാണ്. ഭൂമിയുടെ 3/4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കാന്ന് പറഞ്ഞാൽ അതിലെ 98% ഈ കടലായിരിക്കും. പക്ഷേ കടലിലെ വെള്ളം നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ കഴിയില്ല. ഉപ്പ് വെള്ളമായിക്കൊണ്ടാവുക. അതിനെ നമ്മൾ ശുദ്ധീകരിച്ച് ഉപ്പിനൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത്രയാണ് നമുക്കുള്ള സോഴ്സുകൾ. വെള്ളത്തെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കുകയാണ്, പോർട്ടബിൾ വാട്ടറും നോൺ പോർട്ടബിൾ വാട്ടറും. പോർട്ടബിൾ വാട്ടർ എന്ന വാട്ടർ വിച്ച് ഇസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ പറ്റുന്ന വെള്ളം, അതിനെ നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്ന് വിളിക്കാം. നോൺ പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ദ വാട്ടർ വിച്ച് ഇസ് ഡു നോട്ട് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ പറ്റാത്ത വെള്ളം. രണ്ട് ക്ലാസിഫിക്കേഷനുള്ള പോർട്ടബിൾ വാട്ടറും നോൺ പോർട്ടബിൾ വാട്ടറും. അപ്പോൾ പോർട്ടബിൾ വാട്ടറിൽ പെട്ടതാണ് നമ്മൾ കിണറിലെ വെള്ളം. അതേപോലെ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന ഏതെല്ലാം വെള്ളം കൊണ്ട് അതൊക്കെ പോർട്ടബിൾ വാട്ടറാണ്. കടൽ വെള്ളം നോൺ പോർട്ടബിൾ വാട്ടറാണ്. അതുപോലെ നമുക്ക് കുടിക്കാൻ പറ്റാത്ത വെള്ളങ്ങളൊക്കെ നോൺ പോർട്ടബിൾ വാട്ടറാണ്. ഇനി നമുക്ക് ഈ വെള്ളത്തെ പ്യൂരിഫൈ ചെയ്തെടുക്കാം. നോൺ പോർട്ടബിൾ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്ത് പോർട്ടബിൾ വാട്ടറായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. കടലിലെ വെള്ളത്തെ ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന വേറെ ഏതെങ്കിലും രീതിയിലുള്ള മലിന ജലങ്ങളെ ആവട്ടെ ഒക്കെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി കഴിയും. ഒന്ന് ഡീക്കാൻറ്റേഷൻ ആണ്. ഡീക്കാൻറ്റേഷൻ വഴി നമുക്ക് ഇൻസുലിബിൾ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ കഴിയും. വെള്ളത്തിൽ ലയിച്ച് ചേരാത്ത ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾ മുമ്പ് പഠിച്ചതായിരിക്കും ഇത്. ഡീക്കാൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ചായ എടുത്തു, അല്ലെങ്കിൽ നമ്മളൊരു ഗ്ലാസ് ചളിവെള്ളമാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ കുറച്ച് സമയം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിലെ ചളി അടിഞ്ഞു കൂടുകയും വെള്ളം തെളിഞ്ഞ് മുകളിൽ കാണുകയും ചെയ്യും. മുകളിലത്തെ വെള്ളം നമ്മളങ്ങ് മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുക. നമ്മൾ ചായ ഗ്ലാസ്സിൽ നിന്ന് ചായ മറ്റൊന്നിലേക്ക് ഒഴിക്കൂലേ, അപ്പോൾ ചായയുടെ പൊടി ഏറ്റവും അടിയിലുണ്ടാവും. ആ പൊടി ഇളകാത്ത രീതിയിൽ അതിലുള്ള വെള്ളത്തെ മറ്റൊന്നിലേക്ക് മാറ്റുക. അതാണ് ശരിക്കും ഡീക്കാൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത്. മറ്റൊന്ന് ഫിൽട്രേഷനാണ്. നിങ്ങൾ ഫിൽട്രേഷനൊക്കെ മുമ്പ് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. പല രീതിയിലുള്ള ഫിൽറ്ററുകളുണ്ട്. ഏതെങ്കിലും ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ വെള്ളത്തെ ഫിൽറ്റർ ചെയ്തെടുക്കുക. ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞത് ഇൻസുലിബിൾ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല. അതേപോലെ വളരെ ചെറിയ മൈക്രോബ്സ് ഉണ്ട്, നമുക്ക് അതിനെ റിമൂവ് ചെയ്യാൻ കഴിയില്ല. എന്നാലും വെള്ളത്തിലുള്ള ചളി, പൊടി, അതേപോലുള്ള സാധനങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നമുക്ക് ഫിൽട്രേഷനിലൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിയും. ഫിൽട്രേഷൻ നമുക്ക് തന്നെ വീട്ടിലൊക്കെ ടെക്നിക്കുകളൊക്കെ പലരും ഉണ്ടാക്കാവുന്നതാണ്. സിമ്പിളായിട്ട് വെള്ളത്തെ ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് ബൈ ബോയിലിംഗ്, വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ചു കഴിഞ്ഞാൽ അതിലുള്ള മൈക്രോ ഓർഗാനിസംസ്, രോഗകാരികളായ മൈക്രോ ഓർഗാനിസംസൊക്കെ നശിച്ചു പോകും. പക്ഷെ അതിന് നമ്മൾ ടെമ്പറേച്ചർ എത്രത്തോളം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓരോ മൈക്രോബ്സിനും വ്യത്യസ്ത ടെമ്പറേച്ചറായി വരെ ജീവിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ വെള്ളത്തെ നന്നായിട്ട് തിളപ്പിക്കുകയും കുറച്ച് സമയം തിളപ്പിച്ചുകൊണ്ട് നിർത്തുകയും ചെയ്താലൊക്കെ അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോകുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വെള്ളത്തെ തിളപ്പിച്ചിട്ട് നീരാവിയാക്കി മാറ്റാം. കടൽ വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ശുദ്ധജലമാക്കി മാറ്റണം. കടൽ വെള്ളത്തെ കുടിക്കാൻ പറ്റിയ വെള്ളമാക്കി മാറ്റണം. അതിന് നമ്മൾ ചെയ്യുക, കടൽ വെള്ളത്തെ ആദ്യം എടുത്തിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് നീരാവിയാക്കി മാറ്റും. വെള്ളം 100 ഡിഗ്രി സെൽഷ്യസിൽ നീരാവിയാവും. ഉപ്പ് എന്നാൽ വളരെ കൂടിയ ടെമ്പറേച്ചറിൽ നമ്മൾ
മുമ്പ് പഠിച്ചതാണ്. ഉപ്പ് എന്ന് ഒരു അയോണിക് കോമ്പൗണ്ടാണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും വേപ്പറൈസ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് വെള്ളം നീരാവിയാക്കി മാറ്റുന്നു. ആ നീരാവി നമ്മൾ വീണ്ടും തണുപ്പിച്ചിട്ട് വെള്ളമാക്കി മാറ്റുന്നു. അപ്പോൾ അതിലുള്ള സാൾട്ട് കണ്ടൻറ്റുകളൊക്കെ പോയിട്ട് അത് കുടിക്കാൻ അനുയോജ്യമായ വെള്ളമായിട്ട് മാറും. മറ്റൊന്ന് ക്ലോറിൻ ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മളൊക്കെ എല്ലാവരും ചെയ്യാറുള്ളതാണ്. ബൈക്ലോറിനേഷൻ. നമ്മൾ വെള്ളത്തിൽ ക്ലോറിൻ ആഡ് ചെയ്ത് കൊടുക്കും. ക്ലോറിൻ ഒരു രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. നമുക്ക് പല രീതിയിൽ ബ്ലീച്ചിങ് പൗഡറോ ഒക്കെ ഉപയോഗിച്ചിട്ട് ക്ലോറിനെ നമ്മൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഡിസിൻഫെക്റ്റ് ചെയ്യുകയും അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നശിച്ചു പോവുകയും ചെയ്യും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഹെൽത്ത് എന്നൊക്കെ ഒരു വെളുത്ത പൊടി കൊണ്ടുതരും, ബ്ലീച്ചിങ് പൗഡർ എന്ന് പറഞ്ഞിട്ട്. കിണറിലിടാൻ വേണ്ടി പറയും. നമ്മൾ ചെയ്യേണ്ടത് അത് നന്നായിട്ട് കലക്കി വെക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ബ്ലീച്ചിങ് പൗഡർ കലക്കി വെച്ചാൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു തെളിഞ്ഞ വെള്ളം മുകളിലും അതിൻ്റെ പൊടിയൊക്കെ അടിയിലും ഉണ്ടാവും. എന്നാൽ തെളിഞ്ഞ വെള്ളം എടുത്ത് മുക്കി കിണറിലേക്ക് ഒഴിച്ചാൽ മതി. അതിൽ ക്ലോറിൻ ഉണ്ടാവും. ഈ ക്ലോറിൻ വെള്ളത്തിലുള്ള രോഗാണുക്കളെയൊക്കെ നശിപ്പിക്കും. ഇനി വെള്ളത്തിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ്. പക്ഷെ വെള്ളത്തിന് കുറേ യുണീക്കായിട്ടുള്ള സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കുറേ പ്രോപ്പർട്ടീസ് വെള്ളത്തിനുണ്ട്. നമ്മൾ പലപ്പോഴും അത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. ആ പ്രോപ്പർട്ടീസാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കുന്നത്. വാട്ടർ ഒരു യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ സാധനങ്ങളും വെള്ളത്തിൽ ലയിച്ച് തരും. സോൾവെൻ്റ് എന്ന് അതാണല്ലോ, സൊല്യൂട്ട് സോൾവെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം എല്ലാ മെറ്റീരിയലും അതിൽ സോൾവ്. ഉദാഹരണത്തിന് നമ്മൾ ഉപ്പ്, പഞ്ചസാര, അതങ്ങനത്തെ സാധനങ്ങളൊക്കെ സൊല്യൂബിൾ ആവും. അതോടൊപ്പം തന്നെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളൊക്കെ അതും സൊല്യൂബിൾ ആവും. മറ്റു പല ലിക്വിഡുകളും വെള്ളത്തിൽ സൊല്യൂബിൾ ആവും. ആൽക്കഹോൾ വെള്ളത്തിൽ സൊല്യൂബിൾ ആണ്. അങ്ങനെ പല സാധനങ്ങളും, കൂടുതൽ മെറ്റീരിയലുകൾ വെള്ളത്തിൽ സൊല്യൂബിൾ ആവുന്നതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് വിളിക്കാം. ഇതിൻ്റെ വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ അധികം വെള്ളത്തിൽ ലയിക്കുന്ന ഫോം കിട്ടണം. നൈട്രജൻ അന്തരീക്ഷത്തിലുണ്ട്, സസ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ അതിന് സൊല്യൂബിൾ ഫോമിലേക്ക് മാറണം. കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിച്ച് ചേർന്നിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിലുള്ള സസ്യങ്ങൾ ഫോട്ടോസിന്തസിന് വേണ്ടി ഉപയോഗിക്കാം. ജലത്തിലുള്ള ജീവജാലങ്ങൾ വെള്ളത്തിൽ ലയിച്ച് ചേർന്നുള്ള ഓക്സിജനാണ് ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ഉപയോഗങ്ങളുണ്ട് ഈ വെള്ളത്തിൽ സാധനങ്ങളൊക്കെ ലയിച്ച് ചേരുന്നതുകൊണ്ട്. മറ്റൊന്നുള്ള ഹാർഡ് വാട്ടറും സോഫ്റ്റ് വാട്ടറുമാണ്. നമ്മൾ സിമ്പിളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് സോഫ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ സോപ്പ് പതയ്ക്കുന്ന വെള്ളം നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് വിളിക്കാം. എല്ലാ വെള്ളത്തിലും സോപ്പ് പതയ്ക്കില്ല. കടൽ വെള്ളത്തിൽ സോപ്പ് പതയ്ക്കില്ല. അപ്പോൾ സോപ്പ് പതയ്ക്കുക എന്ന് പറഞ്ഞാൽ അറിയില്ല. സോപ്പിലോട്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുന്ന സമയത്ത് പത വരുന്ന വെള്ളത്തെ നമ്മൾ സോഫ്റ്റ് വാട്ടർ എന്ന് വിളിക്കുക. എന്നാൽ പിന്നെ അങ്ങനെ ഇല്ലാത്ത വെള്ളത്തെ നമ്മൾ ഹാർഡ് വാട്ടർ എന്ന് വിളിക്കും. ചില പ്രത്യേക സാൾട്ടുകളുടെ പ്രസൻസ് ആണ് ഈ വെള്ളത്തെ സോപ്പ് പതയ്ക്കാത്ത അവസ്ഥയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം സാൾട്ടുകളുണ്ടോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ വെള്ളത്തിൽ ലയിച്ച് ചേരാതിരിക്കുന്നതൊക്കെ ഉണ്ടാവുക. ഇത് മോളിക്കുലർ ലെവലിലുള്ള വേറെ ഡിസ്കഷനാണ്. തൽക്കാലം ഞാനിവിടെ അത് ഒഴിവാക്കുകയാണ്. സോപ്പ് എന്ന് പറയുന്നത് സോഡിയം സ്റ്റിറേറ്റ് ആണ് സോപ്പ് എന്ന് പറയുന്നത്. സാധാരണ ഇതിൽ വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന സാധനമാണ്. ഈ ഹാർഡ് വാട്ടറിലാണ് നമ്മളിത് ചേർക്കുന്നതെങ്കിൽ ഇതിൽ ഹാർഡ് വാട്ടറിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ അയോൺ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ സോപ്പിന് അതിൽ പതച്ച് ചേരാനുള്ള കഴിവപ്പോൾ നഷ്ടപ്പെടും. ഇത് ഒരു ഇൻസുലബിൾ ആണ് ഈ സാധനങ്ങളൊക്കെ. കാൽസ്യത്തിൻ്റെയും പിന്നെ മഗ്നീഷ്യം സ്റ്റിറേറ്റും കാൽസ്യം സ്റ്റിറേറ്റും ഒക്കെ ഇൻസുലബിൾ ആണ്. അപ്പോൾ വെള്ളത്തിൽ സോപ്പ് ലയിച്ച് ചേരാത്തൊരവസ്ഥ, അതുപോലെ പത ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് അലക്കാൻ വേണ്ടി കഴിയില്ല എന്നർത്ഥം. നമുക്ക് പറയാം വാട്ടർ വിച്ച് ഫോംസ് ലെതർ വിത്ത് സോപ്പ് ഇസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. ഓക്കെ, അതുപോലെ പദം ഇല്ലാത്തതാണ് നമുക്കതിന് ഹാർഡ് വാട്ടർ എന്ന് വിളിക്കാം. മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും സാൾട്ടിൻ്റെ പ്രസൻസ് ആണ് ഈ സോഫ്റ്റ് വാട്ടറിനെ ഹാർഡ് വാട്ടർ ആക്കിയിട്ട് മാറ്റുന്നത്. ഇനി നമുക്ക്
ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറഞ്ഞു നമുക്ക് സോഫ്റ്റ് വാട്ടറിൽ സോപ്പ് പതയ്ക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കിയിട്ട് മാറ്റാൻ കഴിയും. അതിന് എന്ത് ചെയ്യേണ്ടി വരും? അതിലുള്ള മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും ഒക്കെ അയോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും അല്ലേ? ആ മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും അയോണുകളാണ് ഹാർഡ് വാട്ടർ ആവാനുള്ള കാരണം. അപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സോഫ്റ്റ് വാട്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിയും. 2 രീതിയിലാണുള്ളത്. ഒന്ന് ടെമ്പററി ഹാർഡ്നെസ്, മറ്റൊന്ന് പെർമനൻറ്റ് ഹാർഡ്നെസ്. അപ്പോൾ ഏത് രീതിയിലാണോ ഈ ഹാർഡ്നെസ് വരുന്നത് അതിനനുസരിച്ചാണ് നമ്മളിതിനെ റിമൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് അതിനെ റിമൂവ് ചെയ്യുക പ്രോസസ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.